ഞാൻ കഴമ്പില്ല എന്ന് പറയും, അത് തന്നെ പറയും. കാരണം ഇതുപോലെ ഒത്തിരി ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളതാണ്. പാവപ്പെട്ട നമ്മുടെ കേരളത്തിന്റെ എല്ലാവരും അംഗീകരിച്ചിരുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ പോലും അപവാദ പ്രചരണത്തിൽ കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള ആളുകളാണ് ഇവർ. അവർ നടത്തിയ സമരങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയി കാണില്ല എന്ന് ഞാൻ കരുതുകയാണ്. അല്ല, പാർട്ടി ഞങ്ങൾ ഇങ്ങനൊരു ആക്ഷേപം വന്നപ്പോൾ അതിനെ തൽക്കാലം നിങ്ങൾ മാറി നിൽക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ഞങ്ങളുടെ ഒരു കടമയും ഉത്തരവാദിത്വമാണ്. അതിപ്പോ ഞങ്ങളത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിന്റെ പിന്നാലെ തൂങ്ങി നിങ്ങളാരും ഉള്ള സമയം കളയണ്ട. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചെയ്തു തരാൻ പറ്റുന്ന സഹായം നിങ്ങളോട് ചെയ്തതാ, അതാ ചെയ്യേണ്ടത്. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു വാർത്ത നൽകിയതിന്റെ പേരിൽ മാധ്യമ സ്ഥാപനത്തിന് നേരെ ആക്രമണം നടത്തുക അതൊക്കെ ശരിയായ രീതിയാണ്? അല്ല, ഞങ്ങളൊന്നും അങ്ങനെയൊന്നും ആക്രമണം നടത്താനൊന്നും പോയിട്ടില്ല. അതൊക്കെ അത് ചിലപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ അങ്ങനെ തോന്നിക്കൂടാകുകയില്ല. അത് സാരമില്ല, അതൊക്കെ മാറും. അതൊക്കെ നമുക്ക് പരിഹരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. MLA എന്ന് മുതലായിരിക്കും പാലക്കാട് മണ്ഡലത്തിൽ സജീവം? അല്ല, അതിപ്പോ പറയാൻ പറ്റില്ല. അതൊക്കെ ഞങ്ങൾ ചെയ്യും. ഇപ്പൊ എനിക്ക് തോന്നുന്നു 15-ാം തീയതിയാണെന്ന് തോന്നുന്നു അല്ലേ നിയമസഭാ സമ്മേളനം കൂടാൻ പോകുന്നത് 15-നാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമ്മേളന കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടാകട്ടെ, നല്ലതാണ്, പോകണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. മറ്റുള്ള ആളുകളും അപ്പുറത്തിരിക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കിയിരുന്ന ആളുകളെ കണ്ട് ചിരിക്കാമല്ലോ, അല്ലേ? അതിനർത്ഥം അല്ലല്ല, അത് ആ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ചിരിക്കാമല്ലോ. അപ്പുറത്തിരിക്കുന്ന ആളിനെ കണ്ടും ഇപ്പുറത്തിരിക്കുന്ന ആളിനെ അങ്ങോട്ട് നോക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത് നടക്കട്ടെ. രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കുമ്പോഴേ പൊതുസമൂഹം നോക്കി കാണുന്നില്ലേ ഇതൊക്കെ? അതാണ് അവിടെയാണ് പ്രസക്തി. രാഷ്ട്രീയക്കാർ എന്നുള്ള നിലയിൽ മിതത്വം പാലിക്കേണ്ട കാര്യങ്ങൾക്ക് മിതത്വം പാലിക്കണം. അല്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു കാര്യവും തീർച്ചയായും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോ ഗുണം ചെയ്യുകയില്ല എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ.